ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മാംഗോ ജ്യൂസ് അടിച്ചാലോ? നല്ല ചൂടല്ലേ, ഈ ചൂടത്ത് പിന്നെ ഒരു ആശ്വാസം എന്ന നിലയിൽ നമ്മുടെ ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തത് കോട്ടുകോണം മാങ്ങ എന്ന് പറയും. ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. വളരെ രുചിയുള്ള മാങ്ങയാണ്. ട്രിവാൻഡ്രത്തൊക്കെ സുലഭമായി കിട്ടുന്ന മാങ്ങയാണ്. ഇതൊരു നമ്മുടെ വീട്ടിലല്ലെങ്കിലും ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാണ് കേട്ടോ. നല്ല വിഷമൊന്നും അടിക്കാത്ത മാങ്ങയാണ്. അപ്പം അതിന് വേണ്ടി ഞാനിത് മാങ്ങ ചെത്തുന്നതിന് മുമ്പ് കുറച്ച് എത്തി വെച്ചിട്ടുണ്ട്, അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതാണ് കൊട്ടുകോണം മാങ്ങ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചെത്തി വെച്ചേക്കുന്ന കാണിക്കാം. ഇതാണ് 2 കിലോ മാങ്ങയോളം നമ്മൾ ചെത്തി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി എടുത്ത് ജ്യൂസും അടിച്ച് പകുതി നമുക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് എന്തൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്നത്. അതും നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. അപ്പം മാംഗോ ഷേക്ക് എടുക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെത്തി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് അവരൊന്ന് കാണിക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മാങ്ങയെല്ലാം നല്ലതുപോലെ പുളിയിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് ചെറുതായിട്ടൊന്നും അരിയാൻ പറ്റില്ല. അപ്പം നല്ലതുപോലെ പഴുത്ത മാങ്ങയാണേ. അത് ഞാനൊരു 10 മാങ്ങയോളം എടുത്ത് പുളി. പിന്നെ നമ്മളെടുത്തത് ഒരു സ്പെഷ്യൽ ഇതുണ്ട്, ഏലയ്ക്ക. അത് ഓപ്ഷനിലാണ്, ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനൊരു 4 ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സ് എടുത്തു. പിന്നെ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. തണുപ്പിക്കേണ്ടവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം. പിന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് മാത്രം ഒരു പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വെച്ചാൽ വേണമെങ്കിൽ മാത്രം. ഞാൻ സാധാരണ പഞ്ചസാര പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇത് നല്ല മധുരമുള്ള മാങ്ങ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് പഞ്ചസാര ഇട്ടതേ ഉള്ളൂ. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മിക്സിക്കകത്തോട്ട് പഞ്ചസാര മേളിൽ മാങ്ങയും കൂടി ഇടാം. അപ്പം മിക്സിക്കകത്തോട്ട് പഞ്ചസാര 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ മാങ്ങ ഇട്ടു. പിന്നെ ഞാൻ ഏലക്ക ഇട്ടു. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് അരയ്ക്കാൻ വേണ്ടി മാത്രമുള്ള പാല് ആദ്യം യൂസ് ചെയ്യണം. എല്ലാം കൂടി ഇട്ട് അത് അരയത്തില്ല. ഇത് നന്നായിട്ട് അരച്ചിട്ട് ബാക്കി പാലൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മാംഗോ നല്ലതുപോലെ മിക്സിക്കകത്തിട്ട് അടിച്ച് കുറേശ്ശെ പാല് ചേർത്ത് അരച്ചു. എന്നിട്ട് നമ്മൾ അത് അരിച്ച് ഇത് ഫൈനൽ പ്രോഡക്റ്റാണിത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് സെർവ് ചെയ്യാമേ. നല്ല ജ്യൂസാണ്, നല്ല കുറുകുറാന്നുള്ള ജ്യൂസ്. കഴിക്കാനും കാണാനും ഒരുപോലെ ഭംഗി. ഇതാണ് നമ്മുടെ മാംഗോ ജ്യൂസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഈ വേനൽക്കാലത്ത് നിങ്ങളെല്ലാവരും ഈ കോട്ടുകോണം മാങ്ങ തന്നെ ഉപയോഗിക്കണമല്ല, ഏതായാലും മതി. പുളിയുള്ള മാങ്ങയാണെങ്കിൽ മധുരം വേണമെങ്കിൽ നല്ലപോലെ ആഡ് ചെയ്യാം. ഇതിന് ഓൾറെഡി നല്ല മധുരമുണ്ട്. ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്തതേ ഉള്ളൂ. മധുരം ഓൾറെഡി ഉള്ള മാങ്ങയാണ് ഈ കോട്ടുകോണം മാങ്ങ. ട്രിവാൻഡ്രത്താണ് ഇത് കൂടുതലും കിട്ടുന്നത്. കൊല്ലത്തും കിട്ടും, പക്ഷേ ട്രിവാൻഡ്രംകാരുടെ ഒരു ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന മാങ്ങയാണ് കോട്ടുകോണം മാങ്ങ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല കമൻസൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.